നമസ്കാരം. നമ്മളുടെ മക്കൾ വലിയ പഠിത്തമുള്ളവരായെന്നോ അല്ലെങ്കിൽ വലിയ കോടീശ്വരായെന്നോ കരുതിയിട്ട് അപ്പനെയും അമ്മയും നോക്കണം നിർബന്ധമൊന്നുമില്ല ഇന്നത്തെ കാലത്ത്. കഴിഞ്ഞ ദിവസം എല്ലാവരും കണ്ട ഒരു ന്യൂസാണ്. 85 വയസ്സുള്ള കൊല്ലത്തുള്ള ഒരു പ്രായമായ ഒരു വ്യക്തിയെ ഗാന്ധി ഭവനിലെ ആൾക്കാർ ഏറ്റെടുക്കുന്ന ഒരു രംഗം. എന്നെ അതിനകത്ത് അതിശയിപ്പിച്ചൊരു കാര്യം വെച്ച് കഴിഞ്ഞാൽ, എല്ലാവരും ആരോപിക്കുന്നൊരു കാര്യമുണ്ട്, ഇവരുടെ ഒരു മകൻ അധ്യാപകനാണ്, ഒരു മകൻ വളരെ കോടീശ്വരനായ ഒരു മനുഷ്യനാണെന്നൊക്കെ ഇങ്ങനെ എടുത്തെടുത്ത് പറയുന്നുണ്ട്. എത്ര കോടി ഉണ്ടെന്ന് പറഞ്ഞാലും അല്ലെ എത്ര വലിയ അധ്യാപകനാണെന്ന് പറഞ്ഞാലും ഒരു 10,000 രൂപ അല്ലെങ്കിൽ 30,000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ, 30,000 രൂപയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ സുഖമായിട്ടൊരു സെർവൻ്റിനെയൊക്കെ നിർത്തി ഓക്കെ ശരിയായിരിക്കും. നമുക്ക് അപ്പനെയും അമ്മയൊക്കെ ചിലപ്പോൾ നമ്മുടെ സ്റ്റാറ്റസിനനുസരിച്ച് അപ്പനും അമ്മയൊന്നും ആയിട്ടൊന്നും ഉണ്ടാകത്തില്ല. അവർക്കുടെ രീതികളൊക്കെ വേറെ ആയിരിക്കും, അവർ വേറെ താമസിച്ചോട്ടെ, കുഴപ്പമൊന്നുമില്ല. പക്ഷേങ്കിൽ ഇന്നത്തെ കാലത്ത് ഒരു 30,000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ സുഖമായിട്ട് ആൾക്കാർ, അല്ലെങ്കിൽ ഒരു 30,000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഒരാൾ നിർത്താൻ പറ്റും. ഒരു വേലയ്ക്ക് ഒരു സ്ത്രീയോ അല്ലെങ്കിൽ ഒരു പുരുഷനെ നിർത്തിക്കഴിഞ്ഞ് ഇവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്ത് കൊടുത്ത് അവരുടെ ശിഷ്ടകാലം അവർക്ക് സ്വസ്ഥമായിട്ട് മറ്റൊരാളുടെ ഒന്നും ആവശ്യമില്ല, സഹായമില്ല. അതൊന്ന് ആലോചിക്കുക. ആ മനുഷ്യനെ പറ്റി പറഞ്ഞാൽ നാട്ടുകാർ പറയുന്നത് ആ മനുഷ്യൻ കിടന്ന് വിശന്നിട്ട് അലയ്ക്കുമെന്നാണ് പറഞ്ഞത്. എനിക്ക് വിശക്കുന്നേന്ന് പറഞ്ഞ് അലയ്ക്കുമ്പോൾ നാട്ടുകാരുണ്ടെന്ന് ഭക്ഷണം കൊടുക്കുക. മക്കൾ സുഖിച്ച് അപ്പുറത്ത് കഴിയുകയാണ്. വളരെയധികം കാശുള്ള അവർ പറയുന്നുണ്ട്, ഈ അടുത്തിടയ്ക്കാണ്ട് അവരൊരു പ്രോപ്പർട്ടി വിറ്റിട്ട് ഏതാണ്ട് 95 ലക്ഷം രൂപയോളം കിട്ടിയെന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പോഴും നല്ല നേരത്തെ വിറ്റിയൊരു പ്രോപ്പർട്ടിയാണ്. അപ്പോൾ അതുപോലെ സ്വത്തുള്ള മനുഷ്യൻ, അല്ലെ സമ്പാദിച്ചൊരു മനുഷ്യനാണ് ഇന്നിപ്പോൾ ഒരു നേരത്തെ ഭക്ഷണത്തിന് വകയില്ലാതെ കിടന്ന് കഴിയുന്നത്. 30,000 പോയിട്ട് 10,000 രൂപ കൊടുക്കാത്ത മക്കളെ എനിക്കറിയാം. ഞാൻ പറയുന്നത്, ഈ അപ്പൻ്റെ സ്വത്ത് നമുക്ക് മേടിക്കാൻ ഭയങ്കര മിടുക്കാണ്. അപ്പൻ്റെ ആയാലും അമ്മയുടെ ആയാലും. പക്ഷേ ഇവരെ നോക്കണമെന്നുള്ള ചിന്ത വരുമ്പോഴാണ് പ്രശ്നം. ശരിയായിരിക്കും, ചിലപ്പോൾ വിദേശ രാജ്യത്തായിരിക്കും, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കാണും, അല്ലെങ്കിൽ സാഹചര്യം ഒക്കത്തിലായിരിക്കും പേഴ്സണലി പോയി നോക്കാൻ. അങ്ങനെയുള്ളവർക്ക് പൈസ കൊടുത്തു കഴിഞ്ഞാൽ നോക്കാൻ തയ്യാറായ ഒരുപാട് ആൾക്കാരുണ്ട്. എന്നെ ആ ന്യൂസ് കണ്ടപ്പം അതിശയിപ്പിച്ച ഒരു കാര്യമുണ്ട്. ഈ ഗാന്ധി ഭവനിലെ ആൾക്കാരുടെ മുന്നിലേക്ക് ഈ വിഷയം എത്തുന്നത്, ശരിക്കും പറഞ്ഞാൽ ഈ ന്യൂസ് ആ സോഷ്യൽ മീഡിയയിലെ വ്യക്തി അവിടുന്ന് വന്ന് റിപ്പോർട്ട് എടുത്ത് അത് പബ്ലിഷ് ആയതുകൊണ്ട് മാത്രമല്ല, അതിനു മുമ്പും ഈ ഒരു ആവശ്യമായിട്ട് ഗാന്ധി ഭവനിലേക്ക് ഈ ഒരു ആവശ്യമായിട്ട് ആൾക്കാർ എത്തിയിട്ടുണ്ട്. പക്ഷേങ്കിൽ അവിടെ മുഴുവനും ഫില്ലായിരുന്ന ആൾക്കാർ. നമ്മൾ ശ്രദ്ധിക്കണം, ഇതൊരു സംഭവമല്ല. ഒരു ഗാന്ധി ഭവനിൽ ഓക്കെ, ചിലപ്പം എനിക്കറിയത്തില്ല കൃത്യമായിട്ട് എടുത്ത കണക്ക് എത്രയാണ്, 10 അല്ലെങ്കിൽ 20 അല്ലെങ്കിൽ 30 അല്ലെങ്കിൽ 40 പേരെങ്കിലും 40 ബെഡ് കാണുമായിരിക്കും. അവർക്കൊരു ലിമിറ്റേഷൻ ഉണ്ടല്ലോ. നമ്മൾ ആലോചിക്കേണ്ട കാര്യം വെച്ചാൽ അത്രയും ബെഡും ഫുള്ളാണ്. അവർക്ക് ഇവരെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് നേരത്തെ ഗാന്ധി ഭവനിലെ ആൾക്കാർ ഇവരെ സ്വീകരിക്കാഞ്ഞെന്ന് ആ ഒരു വീഡിയോയ്ക്കകത്ത് പറയുന്നുണ്ട്. ആൾക്കാർ എല്ലാവരും ശ്രദ്ധിച്ചു നടന്നില്ല. അതിൻ്റെ അർത്ഥം ഇതേപോലത്തെ മക്കളെ ഉപേക്ഷിച്ച, അല്ലെങ്കിൽ മക്കളെ സ്വീകരിക്കാൻ തയ്യാറാകാതിരിക്കുന്ന ആൾക്കാർ ഗാന്ധി ഭവനിലുണ്ട്, വേറെയുണ്ട്. അപ്പം ഞാൻ പറഞ്ഞേ, ഇതൊരു ഒറ്റപ്പെട്ട സംഭവമൊന്നുമല്ല. ഇങ്ങനത്തെ ഒരുപാട് ആൾക്കാർ കളയുന്നുണ്ട്. ഇപ്പം വേണമെങ്കിൽ വീഡിയോയ്ക്ക് താഴെ വരും, ഇന്ന മതത്തിൽപ്പെട്ട ആൾക്കാർ ചെയ്യത്തില്ല, അങ്ങനെയൊന്നുമില്ല. എല്ലാ മതത്തിൽപ്പെട്ട ആൾക്കാർക്കിടയിൽ ഇങ്ങനെയുണ്ട്. പിന്നെ ചില ആൾക്കാർ അവരുടെ മതപരമായ കാര്യത്തിൽ അവർ കുറച്ചുകൂടെ സ്ട്രിക്റ്റ് ആയത് കാരണം അപ്പനെ അമ്മയും നോക്കുന്നുണ്ട്. ഒരു മതത്തിൽ പോലും അപ്പനെ അമ്മയെ നോക്കരുതെന്നോ അപ്പനെ അമ്മയെ സംരക്ഷിക്കരുതെന്നോ പറഞ്ഞിട്ടില്ല. എല്ലാ മതവും പഠിപ്പിക്കുന്നത് അപ്പനെ അമ്മയെ സംരക്ഷിക്കണമെന്ന് നോക്കണമെന്നാണ്. പക്ഷേ ഇത് മനുഷ്യൻ്റെ സ്വഭാവമാണ്. ഞാൻ അറിയിക്കുന്നില്ല, ചിലപ്പോൾ എനിക്കറിയുന്നൊരു വ്യക്തിയുണ്ട്. ആ പുള്ളി പറയുന്ന കാര്യം വെച്ച് കഴിഞ്ഞാൽ, അപ്പം കുടിയനാണ്, പെണ്ണുപിടിയനാണ്, സിഗരറ്റ് വലിക്കുന്നുണ്ട്, അപ്പം ഭയങ്കര തെറി വിളിക്കുന്ന മനുഷ്യനാണ്, അപ്പന് വൃത്തിയില്ല, അപ്പം കുളിക്കാറില്ല, അപ്പം നനയ്ക്കാറില്ല, അപ്പനെ വീട്ടിൽ നിർത്താൻ പറ്റത്തില്ല, അപ്പനെ കാണുന്ന പോലെ അപ്പൻ്റെ മകനാണെന്ന് പറയുന്നത് പോലും പുള്ളിക്ക് ഇഷ്ടമല്ല എന്ന് പറയും. ഈ അപ്പൻ്റെ സ്വത്ത് മാത്രം ഒരു കുഴപ്പമില്ല മേടിക്കുന്നതിന്. അപ്പനെ ഇത്രയും വൃത്തികെട്ട, അതായത് വളരെ മോശപ്പെട്ട ക്യാരക്ടറുള്ള അപ്പൻ്റെ മകനാണെന്ന് പറയാൻ അവർക്ക് ഇഷ്ടമില്ല, അല്ലെ അപ്പൻ്റെ മകളാണെന്ന് പറയാൻ മക്കൾക്ക് ഇഷ്ടമല്ല. എന്നാൽ ഈ അപ്പൻ്റെ സ്വത്തിൻ്റെ പേര് മുടിഞ്ഞ അടിയാണ്. അതിനൊരു കുഴപ്പമില്ല. അപ്പനുണ്ടാക്കിയ സ്വത്തുണ്ട്. ചിലപ്പോൾ പറയും ഇത് പാരമ്പര്യമായ സ്വത്താണ്. പാരമ്പര്യ സ്വത്തുമുണ്ട്, അല്ലാതെ അപ്പനുണ്ടാക്കിയ സ്വത്തുമുണ്ട്. അത് സ്വീകരിക്കുന്നതിനകത്ത് ആർക്കും ഒരു കുഴപ്പമില്ല. അപ്പോൾ അവിടെ അപ്പനല്ല വിഷയം, പണമാണ് വിഷയം. നമ്മളെല്ലാവരും പറയും നിങ്ങൾ അനുഭവിക്കും. പലരും അനുഭവിക്കത്തൊന്നുമില്ല. ചിലപ്പോൾ അവരൊക്കെ അതിനെ ഭയങ്കര സൂക്ഷിച്ചായിരിക്കും ജീവിക്കുന്നത്. പക്ഷേങ്കിൽ നിങ്ങളെ സമൂഹത്തിന് മുന്നിൽ നിങ്ങൾ വളരെ മോശപ്പെട്ട വ്യക്തികളായിട്ട് കാണത്തുള്ളൂ. ചിലപ്പോൾ നിങ്ങളെ കാണുമ്പോൾ ഹാ എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുമായിരിക്കും. നിങ്ങളുടെ കയ്യിലെ പണവും നിങ്ങൾ ഇരിക്കുന്ന പൊസിഷനൊക്കെ വെച്ചിട്ട് നിങ്ങളെ ഭയങ്കരമായിട്ട് ആൾക്കാർ ബൂസ്റ്റപ്പ് ചെയ്തൊക്കെ സംസാരിക്കുമായിരിക്കും. പക്ഷെ മാറി നിന്ന് നിങ്ങളെ കാർക്ക് തുപ്പുക എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. എന്തോ ജീവിതമോ, എത്ര കൂടി ഉണ്ടായിട്ട് എന്തുവാ, എത്ര വലിയ അധ്യാപകനായിട്ടോ അല്ല എത്ര വലിയ പൊസിഷൻ ഇരുന്നിട്ട് എന്താ കാര്യം? സ്വന്തം തന്തയെ നോക്കാൻ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ
അവർക്കൊരാളെ വെച്ച് കൊടുക്കാൻ പോലും നിങ്ങളുടെ കയ്യിൽ സാമ്പത്തികം ഇല്ലാത്ത ഒരാൾക്കാരാണോ? ഒന്ന് ആലോചിച്ച് നോക്ക്. നിങ്ങളുടെ സ്വന്തം മനസ്സാക്ഷി ഒരു സാധനം എവിടെയെങ്കിലും മരവിക്കാതെ കിടപ്പുണ്ടെങ്കിൽ ചിന്തിച്ച് നോക്ക്. താങ്ക് യു.